ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു ഡെയിലി വ്ലോഗാണ്. ഡെയിലി വ്ലോഗ് എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് ഉച്ച വരെ ഉള്ളൊരു കാര്യമാണ് കാണിക്കുന്നത്. അപ്പം രാവിലെ ചക്കുപ്പി സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് ചക്കുപ്പിനെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് വന്നതാണ്. അപ്പൊ നമുക്കിനി രാവിലത്തെ പണികൾ തുടങ്ങിയാലോ. രാവിലെ ഞങ്ങൾ ഈ പാത്രത്തിലാണ് കഞ്ഞി വെക്കുന്നത്. കാരണം നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. അത് തന്നെയല്ല നമ്മുടെ സോന മസൂർ റൈസ് ആണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ചാൽ മതി, പാത്രത്തിൽ വെച്ചാൽ മതി ഞങ്ങൾക്ക്. അത് അപ്പം ഇന്ന് കൂട്ടാന്ന് പറയാൻ ഇന്ന് ഒന്നുമില്ല. ഓൾറെഡി മോരുകറി ഇരിപ്പുണ്ട്. എനിക്ക് ഉണക്കമീൻ വറുത്തതും. എനിക്ക് ചക്കുപ്പിക്ക് അതിഷ്ടമാണ്, പക്ഷെ ചക്കുപ്പിക്ക് ഞാൻ അങ്ങനെ ഉണക്കമീൻ കൊടുക്കാറില്ല. മുത്തിനാണെങ്കിൽ ഒന്നും കഴിക്കാൻ പറ്റില്ല. മുത്തിനാണെങ്കിൽ ഇപ്പൊ ടൈഫോയിഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് ടൈഫോയിഡ് കുറഞ്ഞു. മുത്തിന് ഇപ്പം എല്ലാം ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇന്ന് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് എന്തുവാ, മുത്തിന് നോൺ വെജോ ഓയിലി ഫുഡ് അങ്ങനത്തെ ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം മുത്തിന് ഇന്ന് ചെറുപയർ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പുഴുങ്ങിയിട്ട് തേങ്ങയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തോരനായിട്ട് വെക്കുന്നില്ല. ഞാൻ ഇച്ചിരി ഒന്ന് തേങ്ങാപ്പീര ഇട്ടിട്ട് അതപ്പം ഞങ്ങൾക്കും കൂട്ടാമല്ലോ. അതൊക്കെ ഉള്ളു ഇന്ന്. അപ്പം അങ്ങനെ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ പണികള്. എനിക്ക് വെള്ളം വെച്ചു. ഇനി നമുക്ക് ഈ കുക്കറിന്റെ അകത്തോട്ട് ഈ പയർ വേവിക്കാൻ വെക്കാം. ചക്കു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോയി, സ്നാക്സും കൊണ്ടുപോയി. അവനെയൊക്കെ നിങ്ങൾ വിചാരിക്കും ഇവിടെ കൂട്ടാനൊന്നും ഇല്ലെന്ന്. അതുകൊണ്ടല്ല, മുത്തിനൊന്നും കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളും അത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാറ്. ഇനി ഇന്നത്തെ ബ്ലഡ് ടെസ്റ്റ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമൽ ആവുകയാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഫുഡൊക്കെ കഴിച്ചു തുടങ്ങാം. ഈ ഒരു 2 ആഴ്ചയായിട്ട് ഇപ്പൊ ഇവിടെ ഇങ്ങനത്തെ ഫുഡുകളൊക്കെയാണ്. നോൺ വെജ് ഒന്നും വാങ്ങിക്കുന്നൊന്നുമില്ല. പിന്നെ ചക്കൂന് അങ്ങനെ നോൺ വെജ് വേണമെന്നുള്ള പ്രശ്നമൊന്നുമില്ല. അവൻ എന്ത് കൊടുത്താലും അവൻ കഴിച്ചോളൂ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. കഴിക്കാൻ കുറച്ച് ഫുഡ് നോർമലി അവന് കഴിക്കാൻ മടിയാണ്, പക്ഷെ കൊടുക്കുന്ന കാര്യം അവൻ മടിയില്ലാണ്ട് കഴിച്ചോളൂ. ഇതിലാണ് വെച്ച് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ എണീച്ചപ്പോ തൊട്ട് എനിക്കും ചെറിയൊരു കോൾഡ്, മൂക്കൊലിപ്പോ എന്നാടൊക്കെയോ പ്രശ്നങ്ങൾ. അങ്ങനെ അപ്പൊ ഞാൻ ഓർത്തു ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ടേ ഇതുകൊണ്ട് അവിടെ ഇന്നലെ നനച്ച തുണി മടക്കാൻ കിടക്കുന്നു, അത് ചെയ്യണം. പിന്നെ ക്ലീൻ ചെയ്യണം, തൂത്ത് വാരണം. അപ്പോഴത്തേക്ക് ചക്കുനെ വിളിക്കാൻ പോകേണ്ട സമയമാകും. ചക്കുനെ വിളിക്കാൻ പോകുന്ന സമയത്ത് ചിലപ്പോഴേ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഈ വെള്ളം. ഇന്ന് ചിലപ്പോഴേ ചക്കുനെ വിളിക്കാൻ ഞാനും പോകത്തുള്ളൂ. കാരണം വീഡിയോയും കൂടെ എടുക്കുന്നതുകൊണ്ട് ലേറ്റ് ആവും. എനിക്ക് സ്റ്റാക്കാണേ. പണി തീർന്നില്ലെങ്കിൽ മുത്ത് തന്നെ പോയി വിളിച്ചോണ്ട് വരും, അല്ലെങ്കിൽ ഞാനും പോകും. കാരണം വരുന്ന വഴിക്ക് അവിടെ ഹോസ്പിറ്റലിൽ കയറി മുത്തിന്റെ ബ്ലഡ് കൊടുക്കണം. ഇന്ന് ടാബ്ലറ്റ്സ് എല്ലാം കഴിഞ്ഞു. അപ്പം ഇന്ന് രാവിലെയും കൂടെ ടാബ്ലറ്റ്സ് എല്ലാം കഴിഞ്ഞു. അപ്പം ഇന്ന് ബ്ലഡ് ടെസ്റ്റിന് കൊടുക്കാൻ പോണം. അതുകൊണ്ട് അറിയില്ല, പറ്റുവാണെങ്കിൽ ഞാനും പോകും, ഇല്ലെങ്കിൽ മുത്ത് ഒറ്റയ്ക്ക് പോയി ചക്കുനെ വിളിച്ചോണ്ട് വരുന്നതായിരിക്കും. ചക്കുനാണെങ്കിൽ ഇന്നലെ വരെ ചക്കുനെ സ്കൂളിൽ വിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്ന് രാവിലെ പോകാൻ കുറച്ച് മടിയായിരുന്നു ചക്കുന്. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് പോയി അങ്ങനെ. അപ്പൊ ഞാൻ പയറ് നല്ലതായിട്ട് കഴുകുവാണ്. ഇത് തോരനായിട്ടൊന്നും വെക്കുന്നില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന്. ജസ്റ്റ് ഉപ്പൊന്നും ഒത്തിരി കൂട്ടാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാല് മുത്തിന് ടൈഫോയിഡ് വന്നപ്പോ മുത്തിന്റെ ബിലിറൂബിനകത്ത് നമുക്ക് 1 വരേണ്ടടുത്ത് മുത്തിന് 2.2 ഉണ്ടായിരുന്നു. ബിലിറൂബിൻ മഞ്ഞപ്പിത്തത്തിന്റെ കുറച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിനുള്ള 10 ദിവസത്തെ മടിച്ച് 5 ദിവസം കഴിച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നു. അന്ന് ഞങ്ങൾ വീഡിയോക്കകത്ത് കാണിച്ചില്ല, ടെസ്റ്റ് ചെയ്യാൻ പോകാന്ന് പറഞ്ഞിട്ട്. അന്നേരം കുറച്ച് കുറവേ ഉള്ളൂ, പൂർണ്ണമായിട്ട് കുറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മുത്തിന് ഉപ്പൊന്നും കൂടുതൽ കൂട്ടാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. ഞാനിത് ഇച്ചിരി ഉപ്പിട്ടിട്ട് ഇച്ചിരിയും വെള്ളം ഒഴിച്ച് ഇതൊന്ന് ജസ്റ്റ് വേവിച്ചിട്ട്, ഉപ്പില്ലാണ്ട് എങ്ങനെ കൂട്ടുന്നേ, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പിടും. ഇച്ചിരി ഉപ്പിട്ട് ഇത് വേവിച്ചിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചിട്ട് ഇച്ചിരിയും ലാസ്റ്റ് ഇച്ചിരി തേങ്ങാപ്പീരയും വിതറിയിട്ട് മുത്തിന് കൊടുക്കും. അങ്ങനെയാണ് ഇപ്പം ഇവിടുത്തെ ഫുഡുകളൊക്കെ ഞങ്ങളുടെ. പിന്നെ എനിക്കിത് മാത്രം കൂട്ടി തിന്നാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ഉണക്കമീൻ വാങ്ങിച്ചത് ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് കൊടുക്കും. ഉണക്കമീനും എനിക്ക് ഉണക്കമീനും ആക്കും.
അപ്പൊ ഇത് ഗ്യാസേ വെക്കാം. ഓക്കേ, അത് അവിടെ ഇരിക്കട്ടെ. കാണാൻ പറ്റുന്നുണ്ടോ എന്നെ? ഓക്കേ. പിന്നെ കുറച്ച് പാത്രം കഴുകാണ്ട്. അതിന് മുമ്പേ ഉണ്ടല്ലോ കാപ്പിച്ചട്ടി ഇതിനകത്ത് കിടക്കുവാന്ന് തോന്നുന്നു. എനിക്കാണെങ്കിൽ ഇന്ന് രാവിലെ എണീറ്റപ്പോ തൊട്ടേ ഒച്ച ബൂസ്റ്റ് വിളിച്ചു കൊതിയായി. അങ്ങനെ ഞങ്ങൾ പോയി ആരോ വിളിക്കുന്നത് കഴിഞ്ഞു. പയർ അടുപ്പയിൽ ഇട്ടപ്പോ ഒരിക്കൽ കോള് വന്നതാണ്. ആ കോളിൽ സംസാരിച്ച് എന്റെ പയർ കുക്കറിൽ വിസിലും വന്ന് ഞാൻ ഓഫും ചെയ്തു. പക്ഷെ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ എന്റെ കഞ്ഞിക്കൊള്ളം വെച്ച വെള്ളം തിളച്ചു. അപ്പൊ ഞാൻ അരി ഇടട്ടെ കേട്ടോ. കോളിൽ സംസാരിച്ചിരുന്ന സമയം പോയിരുന്നില്ല, കുറെ നേരം സംസാരിച്ചിരുന്നു. ഇവിടെ കറണ്ടും പോയി. അങ്ങനെ എന്റെ മുത്തും ഡ്യൂട്ടിയുടെ ഇടയിൽ വെളിയിൽ വന്നിട്ടുണ്ട്. മുത്തു മുത്തു എന്തോ ഞാൻ വീഡിയോ മുത്ത് ഫോണ് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് നല്ലതായിട്ട് ജലദോഷം പിടിച്ചു മുത്തുവേ. ഞാൻ നാവിയും പിടിക്കണം, പക്ഷെ പണിയും കഴിഞ്ഞ സമയം എത്രയോ എന്തോ. അപ്പൊ ഞാൻ അരി അടുപ്പിലിട്ടെ, ഞാൻ കാണിക്കാം. ഞാൻ പറഞ്ഞില്ലേ ഇവിടത്തെ അരിയാന്ന് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ചെറിയ ഈ നമ്മുടെ ഈ പച്ചരി ഉണ്ടല്ലോ ദോശയ്ക്കൊക്കെ അരിക്കുന്നത്, അത് കൂട്ടുള്ള അരി കേട്ടോ. ഇതൊരു 10-15 മിനിറ്റ് മതി ഇത് വേകാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ നിന്ന് ഓരോന്ന് പറയുമ്പോ മുത്ത് അവിടെ കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ആരോടൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുത്തേ മുത്തെന്ന് വിളിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഒരു അരോചകമായിട്ട് തോന്നുന്നുണ്ടെന്ന്. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? ഇനി അതെന്താന്നറിയോ, പണ്ട് ഞങ്ങൾ പ്രണയിച്ചോണ്ടിരുന്ന സമയം തൊട്ടേ മുത്തേ മുത്തേ വിളിച്ച് അത് തന്നെ എന്റെ വായിൽ വരുള്ളൂ. അതാണ് കേട്ടോ ഗൈസ്, നിങ്ങൾ അതിലൊന്നും വിചാരിക്കരുത് എന്റെ മുത്തേ വിളിക്കും. അപ്പൊ നമുക്കിനി ബൂസ്റ്റ് കുടിച്ചാലോ? ഞങ്ങള് ചക്കുനെ വിട്ടിട്ട് വന്നപ്പോ ഞാൻ ബൂസ്റ്റ് കാണിച്ചോണ്ട് വന്നത്. അങ്ങനെ ഇരുന്നപ്പോ രാവിലെ ഒരു ബൂസ്റ്റ് കുടിക്കാൻ തോന്നി. അപ്പൊ ഞാൻ ഓർത്തു ഇപ്പം ചക്കുനെ വിട്ടിട്ട് വന്ന് ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ സമയം പോയതുകൊണ്ട് കഞ്ഞിയൊക്കെ വെച്ചിട്ട് കുടിക്കാൻ വിചാരിച്ചു. അപ്പൊ ബൂസ്റ്റ് ഉണ്ടാക്കിയല്ലോ. മുത്തിന് വേണോ? വേണ്ട വേണ്ടല്ലോ വേണോ? ഓക്കെ, ഞാൻ ബൂസ്റ്റ് ഉണ്ടാക്കാം. എനിക്ക് വേണ്ടി മാത്രം മതി, മുത്തിന് വേണ്ട. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ബൂസ്റ്റ് കുടിക്കാൻ തോന്നും കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ നേരത്തെ ഇവിടെ നമ്മുടെ ബോട്ടിൽ വലിയ കുപ്പിയിലെ ബൂസ്റ്റ് വാങ്ങിച്ചു വെക്കുന്നതായിരുന്നു. പക്ഷെ അത് ആരും കുടിക്കത്തില്ല. ഇങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് അത് കുടിക്കാൻ തോന്നത്തില്ല. എന്നിട്ട് അത് വെറുതെ കളയും. ഇങ്ങനെ കുറെ നാൾ കഴിയുമ്പോ അതങ്ങ് കട്ട പിടിച്ചിട്ട് അഴുകത്തില്ലേ, പിന്നെ എടുത്ത് കളയേണ്ടി വരും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല. നമുക്ക് ബൂസ്റ്റ് കുടിക്കാൻ തോന്നുമ്പോ താഴെ കടയുണ്ടല്ലോ, അവിടെ പോയി 5 രൂപയുടെയും 10 രൂപയുടെയും ഒക്കെ സാഷെ പാക്കറ്റ് കിട്ടുമല്ലോ, അതിൻ്റെ അകത്ത് അത് വാങ്ങിച്ച് അതിൻ്റെ അകത്ത് കുടിക്കാം. അപ്പൊ ഞാൻ ബൂസ്റ്റ് കുടിക്കട്ടെ ഗൈസ്. പാലവിടെ തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തെടുക്കാം? പാത്രം കഴുകാം. കുറെ പാത്രം കഴുകാറുണ്ട്. തുണി മടക്കാൻ തോണ്ട് കാണുന്നുണ്ടോ ആ ടേബിളില്? അവിടെ ഇപ്പൊ 2 കാല് കാണുന്നുണ്ട്. ആ കാലല്ല, നിങ്ങൾ കാണുന്നുണ്ടോ ഇവിടെ 2 കാല്? ആ കാലല്ല, അതിന്റെ അപ്പുറത്തെ ടേബിളിൽ കിടപ്പുണ്ട്. ടേബിളിൽ തുണി ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് 2-3 പാത്രമുള്ള രാഗത്തെ ഇത് കഴുകട്ടെ. പാല് തിളച്ചോ വെള്ളം വെച്ചു. പാല് തിളച്ച് വെള്ളം വെച്ചു. കറണ്ട് വന്നില്ലല്ലോ, നീ ഇവിടെ പോവാ. മുത്ത് ഡ്യൂട്ടിയിലായിരുന്നു. മുത്ത് ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് വന്നതാണ്, കറണ്ട് പോയില്ലേ, അതുകൊണ്ട് എണീച്ച് വന്നതാണ്. എന്റെ പാൽ ഇപ്പൊ പോയായിരുന്നേ ഗൈസ്, ഞാൻ പെട്ടെന്ന് വന്നോണ്ട് കണ്ടു. അങ്ങനെ പാല് തിളച്ചിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ എന്താ ഈ ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് ചക്കുനെ വിടാൻ പോയതാണ് രാവിലെ. അങ്ങനെ വന്ന് വീഡിയോ അപ്പൊ ഓർത്ത് നമ്മള്
മുൻകൂട്ടി ഒരു പ്ലാനിങ്ങും ഇല്ല വീഡിയോയ്ക്ക് കേട്ടോ. അപ്പൊ തോന്നുന്ന വീഡിയോ ഞങ്ങൾ അങ്ങ് എടുക്കുക കേട്ടോ. അതാണ് ഞങ്ങൾ ഇങ്ങനെ മുൻകൂട്ടി ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുന്നൊന്നുമില്ല, ഇന്ന വീഡിയോ എടുക്കാം അങ്ങനൊക്കെ. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് വിചാരിച്ചെന്നാ ചക്കുനെ വിട്ടിട്ട് വരുന്ന വഴിക്കാൻ പറഞ്ഞു എന്നാ ഇന്നൊരു ചുമ്മാ ഒരു വ്ലോഗ് എടുത്താലോ, ഡെയിലി വ്ലോഗ്. അങ്ങനെ അങ്ങ് എടുത്തേ കേട്ടോ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഒന്നും അറിയുന്നില്ലല്ലോ. നിങ്ങളാരും എന്താ കമന്റും ഒന്നും ഇടാത്തേ, ആരും കാണുന്നില്ല. അങ്ങനെ എൻ്റെ പാല് തിളച്ചു. നമുക്ക് ബൂസ്റ്റ് ഇട്ടാലോ? ഞാൻ ബൂസ്റ്റ് വാങ്ങിച്ചോണ്ട് വെച്ചിട്ട് വാങ്ങിച്ചപ്പം ചക്കുവിനോട് ചോദിച്ചപ്പോൾ ചക്കുവിന് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2-3 പാക്കറ്റ് വാങ്ങിച്ചു. ഇത് 5 രൂപയുടെ പാക്കറ്റ്, 5 രൂപയുടെ. അത് മതിയില്ല നമുക്ക്. ചിലപ്പോൾ മുത്ത് കുടിക്കും. ഈ ഒരു ദിവസം എനിക്ക് ഇത് കൂട്ട് ഇങ്ങനെ കുടിക്കാൻ തോന്നിയിട്ട്, ബൂസ്റ്റ് കുടിക്കാൻ തോന്നിയിട്ട് ഞാൻ വാങ്ങിച്ചോണ്ട് വന്നു. പക്ഷെ ഞാൻ കുടിച്ചില്ല. ആരവിടെ കുടിച്ചത്? മുത്തും ചക്കും കുടിച്ചു. ഇങ്ങനെ ഒഴിക്കാനി. കുറച്ച് താഴെ പോയി. ഞാൻ പഞ്ചസാര എടുത്തില്ല, കാരണം പഞ്ചസാര ഇട്ട് പാല് കുടിക്കുന്ന വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പച്ചപ്പാല് കുടിക്കാൻ, പച്ചപ്പാലല്ല കാച്ചിയ, വെറും പച്ചക്ക് കാച്ചിയ പാല് കുടിക്കാനാണ് ഇഷ്ടം. എന്റെ ബൂസ്റ്റും റെഡി ആയിട്ടുണ്ട്. കഞ്ഞി ഇവിടെ തിളച്ചോണ്ടിരിക്കുന്നു, കാണുന്നുണ്ടോ? കണ്ടോ, കഞ്ഞി തിളച്ചോണ്ടിരിക്കുന്നു. കുക്കർ ഓഫ് ചെയ്തു, എന്താ ഫയറായിട്ടുണ്ട്. അപ്പം അതിൻ്റെ എയർ പോട്ടെ. അപ്പോഴത്തേക്കിനി നമുക്ക് ഇവിടെ നിന്ന് ചായ കുടിക്കാം. ചായയും കുടിച്ച് കുറച്ച് ഫോണും നോക്കും. ചായ അല്ല, ബൂസ്റ്റും കുടിച്ച് കുറച്ച് ഫോണും നോക്കും. പക്ഷെ ഒട്ടും മധുരമില്ല. എന്താണെന്ന് അറിയില്ല, ഒട്ടും മധുരമില്ല. ഇച്ചിരി പഞ്ചസാര ഇട്ടല്ലോ, വേണ്ട. അങ്ങനെ എൻ്റെ ബൂസ്റ്റൊക്കെ കുടിച്ചു കഴിഞ്ഞ് പിന്നെ നമുക്ക് തുണി മടക്കാൻ ഒത്തിരി കാണിച്ചു തരാം. കണ്ടോ, ഇത്രയും തുണി മടക്കാൻ കിടക്കുക. ഈ തുണിയെല്ലാം മടക്കി കഴിഞ്ഞിട്ട് ചപ്പു അപ്പോഴത്തേക്ക് വരാൻ സമയമാവും. അപ്പം ഞാൻ ഇനി പെട്ടെന്ന് ഈ തുണി മടക്കട്ടെ. തുണി മടക്കി കഴിയുമ്പോഴത്തേക്ക് ചപ്പുനെ വിളിക്കാൻ പോകേണ്ട സമയമാകും. ഇത് ഇന്നലെ ഇപ്പം ഇവിടെ ഭയങ്കര ചൂടായി. അപ്പം ചൂടായപ്പം രാത്രിയിലാണ് ഞാൻ ഈ തുണിയെല്ലാം കഴുകിയിട്ട്. അപ്പം രാവിലെ ഒരു 10-11 മണി ആകുമ്പോഴത്തേക്ക് നല്ല വെയിലായി. രാത്രി തന്നെ ഉണങ്ങും ചൂട് കാരണം. എന്നാൽ ഒന്നുകൂടെ വെയിൽ കൂടെ കൊളിച്ചിട്ട് ഒരു 10-11 മണി എപ്പോൾ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഇട്ടതാണ് മടക്കാൻ വേണ്ടിയിട്ട്. കഴിവോടെ അങ്ങ് മടക്കി വെച്ച് കഴിഞ്ഞാൽ ആ പണിയും കുറയും. ഇനി ഇവിടെ തൂത്തുവാറണം. ഇവിടെ പുറത്താണെങ്കിൽ പെയിന്റ് അടി നടക്കുകയാണ്. അതാണ് ഈ ജനലെല്ലാം ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പം നമ്മുടെ ജനലിൻ്റെ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുക, പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ടാണ് ഈ ജനലും കതവും എല്ലാം അടച്ചു വെച്ചേക്കുന്നത്. ഭയങ്കര പെയിന്റിന്റെ സ്മെല്ല. ആ മണം അടയ്ക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് തലവേദന എടുക്കും. അതുകൊണ്ട് പൊടിയുണ്ട്. അവരിങ്ങനെ എന്താ ആ പഴയ പെയിന്റ് ഇങ്ങനെ ചുരണ്ടി കളയത്തില്ലേ, അപ്പം ആ പൊടിയെല്ലാം കൂടെ വീടിനകത്തോട്ട് കയറുന്നു. അതുകൊണ്ടൊക്കെ ഒന്നാമത് ഇവിടെ എല്ലാവർക്കും പനിയും ജലദോഷവും തണുപ്പം എനിക്കായി. അങ്ങനെ പെട്ടെന്ന് ഇനി ഇത് മടക്കി വെച്ച് ഇപ്പം സമയം എനിക്ക് തോന്നുന്നു 11:30 കഴിഞ്ഞെന്ന് തോന്നുന്നു. 12 മണി ആകാറായെന്ന് തോന്നുന്നു. ചക്കുനെ 12:15 പോയി വിളിച്ചുകൊണ്ട് വരണം. പെട്ടെന്ന് വെക്കട്ടെ. അങ്ങനെ തുണിയെല്ലാം മടക്കി ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൊണ്ട് വെച്ചിട്ട് വരാം. ഓക്കെ, അപ്പം ഇതെല്ലാം കൊണ്ട് വെച്ചിട്ട് വരാം ഗൈസ്. 3 പേരെ 3 സെറ്റായിട്ട് മുത്തു ഞാൻ വീഡിയോ ഓണാക്കി ചെയ്തു കേട്ടോ. ഇങ്ങോട്ട് തിരിച്ചു വെച്ചേക്കുക. നോക്ക് നമ്മുടെ കാര്യം. അപ്പൊ തുണിയെല്ലാം മടക്കി വെച്ചു. ഇനി നമുക്ക് അടുത്ത പണി ചെയ്യാൻ പോയാലോ? അപ്പോഴത്തേക്ക് എൻ്റെ കഞ്ഞി ആയോ നോക്കട്ടെ.
അപ്പോൾ ഈ കഞ്ഞി എങ്ങനെയാണെന്നറിയാമോ? ഈ കഞ്ഞി ഫസ്റ്റ് ഒന്ന് നമ്മൾ അരി അടുപ്പയിലിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് തീ കൂട്ടി വെച്ചിട്ട്, ഗ്യാസ് കൂട്ടി വെച്ചിട്ട് ഒന്ന് നല്ലതായിട്ട് തിളപ്പിക്കും. അത് നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ എന്താ ഫുള്ള് സിമ്മിലിടും, ഫുള്ള് കുറച്ചിടും. അപ്പം അതവിടെ ഇത് കിടന്നൊന്ന് വേകും. എന്നിട്ട് ഇപ്പം തന്നെ വെന്ത്, ഓൾറെഡി വെന്ത് കണ്ടോ, ഓൾറെഡി വെന്ത്. ഒന്നുകൂടി ഒന്ന് തിളച്ചരിയുമ്പോൾ ഞാൻ അത് ഊറ്റും. അങ്ങനെയാണ് ഇവിടുത്തെ അരിയുടെ ഇത്. ഇനി അടുത്ത് ഞാൻ പയറിവിടെ ഇതൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കിയാലോ. ഓക്കെ, പയറും സെറ്റ് ആയിട്ടുണ്ട്. ഇച്ചിരി വെള്ളം പറ്റാനുണ്ട് അതിൻ്റെ അകത്തുനിന്ന്. ഇത് പയറും തന്നെ വേവിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇച്ചിരി വെള്ളം പറ്റാനുണ്ട്. ആ സമയത്ത് ഒന്നുകൂടെ ഗ്യാസേ വെച്ചൊന്ന് തീ കൊടുത്തിട്ട് എന്തെടുക്കും, ഒരു നുള്ളു തേങ്ങാപ്പീര് അതിൻ്റെ അകത്ത് ഇടുവേ. ഒത്തിരി ഇടത്തില്ല, മുത്തിന് പറ്റാത്തതുകൊണ്ട് ഒത്തിരി ഇടത്തില്ല. അതുകൊണ്ട് ഞാൻ ഓൾറെഡി തേങ്ങ ഇങ്ങനെ തിരുമ്മി ഫ്രീസറിൽ വെക്കും. കണ്ടോ, അതാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ടാൽ മതി. അപ്പം നമുക്ക് കുറച്ച് പണി ലാഭിക്കാം. ഇതിനിപ്പോൾ ഇച്ചിരിയും തേങ്ങയുടെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് തേങ്ങ കുറച്ച് കട്ടയായിട്ട് ഇരിക്കുകയാണ്. സമയം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ചക്കുവിനെ വിളിക്കാൻ പോകാൻ സമയമായി വരുന്നു. സമയം എത്രയായി? ഇത്രയും തേങ്ങയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ബാക്കി നമ്മൾ ഫ്രീസറിൽ തന്നെ വെക്കും. നമ്മൾ നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്ത് ഉപയോഗിച്ചാൽ മാത്രം മതി. കൂട്ടാൻ വെക്കാൻ നേരത്ത് ഇതിനു വേണ്ടി ഇനി തപ്പി നടക്കണ്ടേ. ഇച്ചിരി വെള്ളം പറ്റാവുള്ളൂ, അതോടെ ആവട്ടെ. അപ്പൊ നമുക്കിനി അടുത്ത പണി ചെയ്യാൻ പോയാലോ. ആ ഫ്രിഡ്ജിന്റെ മണ്ടോഷം കണ്ടോ, എത്ര ക്ലീൻ ചെയ്താലും ഈ ഫ്രിഡ്ജിന്റെ മണ്ടോഷം അങ്ങനെ കിടക്കത്തുള്ളൂ. ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്ത് എല്ലാ സാധനവും എടുത്ത് മാറ്റി വെക്കും. പക്ഷെ ഇവിടെ ഒരു അപ്പനും ഒരു മോനും ഉണ്ടല്ലോ, കിട്ടുന്ന സാധനം പുറത്ത് പോയിട്ട് ഇപ്പം എന്തെങ്കിലും കയ്യിൽ വാങ്ങിച്ചിട്ട് വരും, അതും കൊണ്ട് ആ ഫ്രിഡ്ജിന്റെ മണ്ടയിൽ വെക്കും. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ അയ്യോന്ന് അവിടെ കിടന്ന് പറയുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഫ്ലോറും അതുകൊണ്ട് തന്നെയാണ്. കണ്ടോ, ചക്കുവിൻ്റെ ടോയ് ഇവിടെ എല്ലാം നിറച്ച് വെച്ചേക്കാണ്. ചക്കു ഓരോന്ന് വന്നെടുത്ത് കളിക്കും, എന്നിട്ട് തറയിലിട്ടിട്ട് ഒന്നും പറക്കി വെക്കത്തില്ല. എത്ര പറഞ്ഞാലും അവൻ കേൾക്കത്തില്ല. പിന്നെ ഇപ്പം ഞാൻ വഴക്ക് പറഞ്ഞ് അടി കൊടുക്കുന്നൊക്കെ പറയുന്നത് കൊണ്ട് എന്താ എടുത്ത് പറക്കി കുറച്ചൊക്കെ വെക്കും. അവൻ സ്കൂളിൽ പോയപ്പോൾ എല്ലാം പറക്കി വെച്ചിട്ട് പോയതാണ്. പിന്നെ തൂത്ത് വാരണം. അതുകൊണ്ട് ഈ വീട് നമ്മൾ എത്ര ക്ലീൻ ഇപ്പം ഞാൻ രാവിലെ ക്ലീൻ ചെയ്താലും എന്താ അത് ആരെങ്കിലും വരുവാണെങ്കിൽ എന്ത് ഓർക്കും, ക്ലീൻ ചെയ്യാത്ത ഊട്ടി ഇങ്ങനെ കിടക്കും. കാരണം എന്താ, ഇവിടെ 2 പേരുണ്ട്, ഒരു അപ്പനും ഒരു മോനും. അവർ 2 പേരും അലങ്കോലപ്പെടുത്തി ഇടുന്നതായിരിക്കും. നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ ആണോ ഗൈസ്? നിങ്ങൾ പറ. കഞ്ഞി വെന്തിട്ടുണ്ട്. അപ്പം ഞാനത് കഞ്ഞി ഇനി വാർക്കട്ടെ കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാ വാർക്കുന്നേ? ഞങ്ങൾ ഇങ്ങനെ ആദ്യം കഞ്ഞി തിളച്ചിട്ട് ആദ്യം അതിൻ്റെ ചൂടുവെള്ളം കുറച്ച് ഊറ്റിക്കളയും. ഈ കഞ്ഞിവെള്ളം ഞങ്ങൾ കുടിക്കാൻ ഉപയോഗിക്കത്തില്ല കേട്ടോ. കാരണം ഈ കഞ്ഞിവെള്ളത്തിന് നമ്മുടെ നാട്ടിലെ കുത്തരി വെച്ചുണ്ടാക്കുന്ന ആ ടേസ്റ്റ് ഒന്നും ഇല്ല ഈ കഞ്ഞിവെള്ളത്തിന്. ജസ്റ്റ് ഒരു പച്ചവെള്ളം അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾ അതുകൊണ്ട് അത് കുടിക്കാൻ ഉപയോഗിക്കത്തില്ല. ഇനി നമ്മൾ മറ്റേ കുത്തരി വാങ്ങിക്കും. അത് നമ്മുടെ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ വരുമല്ലോ, ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ മാത്രം നമ്മൾ അത് ഉപയോഗിക്കും. ഇത് ഇവിടെ വാർക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചു. കോലെടുത്ത് ഇതിൻ്റെ അകത്ത് വെക്കുന്നു, ഇതിന് ക്ലിപ്പ് കുത്തി വെക്കുന്നു 2 സൈഡിലും. കാണാൻ പറ്റുന്നുണ്ടോ? ചപ്പാത്തിയുടെ ഇതുണ്ടല്ലോ, ചപ്പാത്തിക്കോല് പരത്തുന്നേ, അത് നമ്മളൊരു പാത്രത്തിൻ്റെ അകത്ത് ഇങ്ങനെ വെക്കും. എന്നിട്ട് ഇതെടുത്ത് ഇങ്ങനെ അങ്ങ് വാർത്തെടുക്കും. സെറ്റായി. ഇനി ഇതിവിടെ കിടന്ന് ഇനിയും വെള്ളം പോട്ടെ ഫുള്ള്. പക്ഷെ ഈ അരി ഇങ്ങനല്ല. ഇവിടെ ഉള്ളവരൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാല്, ഇവർ കുക്കറിൽ തന്നെ ആവശ്യം. ഇപ്പൊ നമ്മൾ ബിരിയാണി ഒക്കെ വെക്കത്തില്ലേ, ഇപ്പൊ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം അങ്ങനെ ആക്കി വെക്കും. അപ്പൊ കുക്കറിൽ ആ വെള്ളം ഫുള്ള് പറ്റും. ഇങ്ങനെ നമ്മുടെ കൂട്ടി ഇങ്ങനെ വാർത്തിടേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ അങ്ങനല്ല, ഞാൻ അങ്ങ് വാർത്തിടും.
അപ്പം എന്താ അതുമായി ഇനി പയറായി വരുന്നു. ഇനി തൂത്ത് വരാണ്ട് അതുകൂടെ കഴിഞ്ഞാൽ ചക്കുനെ വിളിക്കാൻ പോയിട്ട് സമയമായി. അപ്പൊ ഇനി ഞാൻ തൂത്തിട്ട് വരാം ഗൈസ്. അതുകൂടെ കഴിഞ്ഞാൽ എന്റെ പണി തീർക്കുന്നതൊക്കെ. അങ്ങനെ ഞാൻ തൂത്തൊക്കെ വാരി ഇനി സാധനങ്ങളൊക്കെ കറക്റ്റ് സ്ഥലത്ത് വെക്കട്ടെ. ഒത്തിരി പ്ലേസ് ഒന്നും നമുക്ക് ഇല്ലാത്തത് കൊണ്ട് തൂത്ത് വരാൻ എളുപ്പമാണ്. പെട്ടെന്ന് തീരും തൂത്ത് വാരിച്ച. ഇത് ചക്കുന് രാവിലെ സ്കൂളിൽ പോകുന്നതിന് നെബിലൈസേഷൻ കൊടുത്തതാ. അപ്പൊ അത് അവിടെ ഇരിക്കും, അത് എടുത്ത് വെച്ചില്ല. വന്ന ഉടനെ നമ്മൾ എന്താ വീഡിയോ എടുക്കാൻ പോയതുകൊണ്ട് ഇതൊന്നും സെറ്റ് ആക്കി വെച്ചില്ല. ഇതുകൂടെ കഴിയുമ്പോൾ മുത്തിനെ ചക്കുനെ വിളിക്കാൻ പോകാൻ സമയമായി. 12 മണിയാണ്. എന്നൊക്കെ പോകാം. എല്ലാം സെറ്റാക്കി തൂത്തുവാക്കി. ഞാൻ 1-2 ദിവസമേ ഞങ്ങൾ ഇവിടെ തുടയ്ക്കാറുള്ളൂ. ഇന്നലെ ഞങ്ങൾ തൂത്ത് തുടച്ചതാണ്. അങ്ങനെ ഞാൻ തൂത്ത് വാരി എല്ലാം തുടച്ചു. അപ്പം സാധനങ്ങളെല്ലാം കറക്റ്റ് സ്ഥലത്ത് പറക്കി വെച്ചു. തുടച്ചില്ല, തൂത്ത് വാരി. കാരണം തുടയ്ക്കുന്ന 1-2 ദിവസമാണ് നമ്മൾ തുടയ്ക്കുന്നത്. ഇന്നലെ ഞങ്ങളെല്ലാം ഫുള്ള് ഡീപ്പ് ക്ലീനിങ് ചെയ്ത ദിവസമായിരുന്നു. അപ്പം ഇന്ന് തൂത്ത് വാരി. നാളെ തുടയ്ക്കേണ്ട ദിവസം. അങ്ങനെ 1-2 ദിവസമായി ഞങ്ങളിവിടെ തുടയ്ക്കുന്നത്. അപ്പം ഒത്തിരി സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തൂത്തുവാരി ചെല്ലാം കഴിഞ്ഞു. അപ്പം ഇപ്പം ഒരു സമയമായെന്ന് തോന്നുന്നു ചപ്പുവിനെ വിളിക്കാൻ പോകണ്ടേ. 12 മണി കഴിഞ്ഞു. അപ്പോൾ പോയി ഇനി ചപ്പുവിനെ വിളിച്ചിട്ട് വരാം കേട്ടോ. അപ്പം ഞാനും പോകുന്നുണ്ട്, മുത്തിന് ബ്ലഡ് ടെസ്റ്റ് കൊടുക്കേണ്ടതുകൊണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്താലോ. ഇപ്പോൾ ഒരു ഉച്ച വരെയുള്ള എൻ്റെ ഞങ്ങളുടെ ഒരു ഇതെന്ന് പറയുന്നത് ഇതാണ്. എന്താ നമ്മുടെ ഒരു റൂട്ടീൻ എന്ന് പറയുന്നത് ഇതാണ്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇപ്പം നോൺ വെജ് ഒന്നും വാങ്ങിക്കാത്തതുകൊണ്ട് ഇപ്പം എന്തെങ്കിലും കൂട്ടാനൊക്കെ നല്ലതായിട്ട് വെക്കുന്നുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും. പക്ഷെ ഇന്നാണെങ്കിൽ ഒന്നും ഇല്ലല്ലോ. ഇപ്പം മുത്തിന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളും അത് കൂട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. അപ്പം അതുകൊണ്ട് അത്രേ ഉള്ളൂ. ഇനി എന്താ ചക്കുവിനെ വിളിച്ചിട്ട് വന്നിട്ട് മുത്തിന് കൊടുക്കാൻ വേണ്ടി പപ്പടം പൊള്ളിക്കത്തില്ല. ഞങ്ങൾക്ക് പപ്പടം പൊള്ളിക്കും, എണ്ണയിലിട്ട് പപ്പടം പൊള്ളിക്കും. മുത്തിന് അത് ജസ്റ്റ് ഇങ്ങനെ ഗ്യാസ് വെച്ച് ചുട്ട് കൊടുക്കുക. അപ്പം അതാണ് മുത്തിൻ്റെ കൂട്ടാൻ. മോരുകറിയും പയറുതോരനും പപ്പടം ചുട്ടത്. എനിക്കാണെങ്കിൽ പയറുതോരന്, മോര്, പപ്പടം പൊള്ളിച്ചതും ഉണക്കമീനുണ്ട്, അത് വറക്കാം. അപ്പം അതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഒരു ദിവസം എന്ന് പറയുന്നത്. ഉച്ചവരെയുള്ളൊരു ദിവസം. പിന്നെ ഇപ്പം ഇനി ചക്കു സ്കൂളിൽ നിന്ന് വന്ന് അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും, ഫുഡ് കൊടുക്കുക, അങ്ങനത്തെയാണ്. അപ്പം ഞാൻ വേറൊരു ദിവസം എന്താ ചക്കു ഒരു ഈവനിങ് റൂട്ടീനും ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. നിങ്ങൾ കാണുന്നവരാരും കമൻറ്റ് ഇടുന്നില്ല. അപ്പം നിങ്ങൾ കമൻറ്റ് ഇട്ടാലേ അല്ലയോ നമുക്കൊരു ഇതാകത്തുള്ളൂ. അതുകൊണ്ട് അപ്പം എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ പറയണം. അപ്പം നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.